50 വർഷം മുമ്പ് മരുഭൂമിയിൽ വെളിച്ചം കൈമാറി ഇതുപോലെ തിരികൊളുത്തി. അത് വിളക്കിൻ്റെ തിരിയല്ല, മനുഷ്യഹൃദയങ്ങളിൽ പുത്തൻ തിരികൾ കൈമാറി മരുഭൂമിക്ക് മനോഹാരിത വർദ്ധിപ്പിച്ച് ചുവനുള്ള ദൈവത്തെ അവിടെ കുടിയിരുത്തി. സാധ്യതയില്ല എന്ന് ഭയപ്പെട്ടിരുന്നിടത്ത് സമൃദ്ധമായി അത് വിളമ്പിക്കൊടുക്കുവാൻ സാധിക്കുന്ന ഒരു കോൺഗ്രിഗേഷന് രൂപം കൊടുത്ത അഭിയന്യ ഉസ്താദ് തിരുമേനിയുടെ കാലടികളെ പിന്തുടർന്ന അനേകർ ആ മാർഗം ചരിച്ച് ശ്രദ്ധേയമായിട്ടുള്ള കാൽവെപ്പുകളോടുകൂടി അനുഗ്രഹകരമായ നിറവായ സാക്ഷ്യമുള്ള നാളുകളിൽ കൂടി കടന്ന് 50 വർഷം പിന്നിടുമ്പോൾ പരുമല അങ്കണത്തിൽ നമുക്ക് ഒരുമിച്ച് അണിനിരക്കുവാനും കഴിഞ്ഞ നാളുകളിലേക്ക് തിരിഞ്ഞു നോക്കി അവിടുത്തെ പ്രകാശവും പ്രഭാതപൂർണമായ സമ്പന്നതയും വെളിച്ചവും കൃപകളും നൽവരങ്ങളും സുഗന്ധവുമൊക്കെ ഒരുമിച്ച് അനുഭവിക്കുവാനും അത് ആരിൽ കൂടി കൈമാറി ഇവിടെ എത്തിയോ അവരെയൊക്കെ ആദരവോടെ സ്മരിക്കുവാനും അവരോട് ചേർന്ന് ചുവന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ലഭിക്കുന്ന വിലപ്പെട്ട അവസരമാണ്. നിങ്ങളോടൊപ്പം ഞാനും ഇതിൻ്റെ ഒരു ഭാഗമായി ദൈവത്തിന് സ്തോത്രം പാടുകയും ഇതുവരെ ഇവിടെ എത്തിച്ച ആ വലിയ കൈകൾക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് അവരോട് ചേർന്ന് ജീവനുള്ള ദൈവത്തിന് മഹത്വം പാടുകയും ചെയ്യും. നാളെയുടെ യാത്ര തുടരേണ്ടത് നമ്മുടെ ദൗത്യമാണ് എന്നുള്ളത് നിർണായകമാണ്. ഈ അനുഗ്രഹിക്കപ്പെട്ട മുഹൂർത്തത്തിൽ ഈ യാത്രക്കിടയിൽ അല്പസമയമൊക്കെ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ലഭിച്ചത് നൽവരമായി കൃപയായി ഓർക്കുകയാണ്. ആദ്യകാലങ്ങളിൽ ചില സമ്മേളനങ്ങളൊക്കെ പരുമലയിലോ അതിനു മുമ്പ് പലപ്പോഴും തിരുവല്ലയിലോ നിരണം മദ്രാസന കേന്ദ്രത്തിൽ പലപ്പോഴും പല സമ്മേളനങ്ങൾ അരമനയിൽ നടന്നിരുന്നു. ആ സമ്മേളനങ്ങളൊക്കെ പ്രായമായവരെക്കാൾ ഞാൻ സൂക്ഷ്മയോടെ ശ്രദ്ധിച്ചിരുന്നത് കുഞ്ഞുങ്ങളുടെ മുഖത്തേക്കാണ്. അത്യധികമായിട്ടുള്ള ആഹ്ലാദമായിരുന്നു അവർക്ക്. കേരളത്തിൽ മലങ്കര സഭയിൽ ഏതെങ്കിലും ഭാഗത്ത് എത്ര പ്രഗത്ഭമായിട്ടുള്ള സൺഡേ സ്കൂള് നടത്തിയിരുന്നോ അതിനേക്കാൾ പല മടങ്ങ് മേൽത്തരമായ സൺഡേ സ്കൂൾ പ്രസ്ഥാനമായിട്ടാണ് അന്ന് ആരും ഒരു പുരോഹിതന് കുപ്പായത്തോടെ എത്താൻ സാധിക്കാത്ത നാട്ടിൽ അൽമായക്കാർ വളരെ സജീവമായിട്ട് വളരെ അനുഗ്രഹകരമായിട്ടുള്ള വിഭവങ്ങൾ വിളമ്പി ഈ കുഞ്ഞുങ്ങളെ ക്രിസ്തുവിലേക്ക്, പരിശുദ്ധ സഭയിലേക്ക്, കൂദാശകളിലേക്ക്, അനുഷ്ഠാനങ്ങളിലേക്ക് നയിച്ചിരുന്നത്. ഒരു മാസത്തെയോ അതിൽ കുറഞ്ഞോ അവധി കിട്ടുന്ന അവസരത്തിൽ കേരളത്തിൽ വരുമ്പോൾ അവർ പരക്കം പാഞ്ഞ് നടന്നിരുന്നത് മാറി മാറി ദേവാലയങ്ങളിൽ ആരാധനയിൽ പങ്കെടുക്കുവാൻ, പിതാക്കന്മാരെ, പുരോഹിതന്മാരെ കണ്ട് ആദരവും അനുഗ്രഹവും കൈമാറുവാനും അനുഗ്രഹം പേറുവാനും അങ്ങനെ വളരെ വിശിഷ്ടമായിട്ടുള്ള തലങ്ങളിൽ പരിശുദ്ധ സഭയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഒപ്പിയെടുക്കുവാൻ തത്രപ്പെടുന്ന മനുഷ്യഹൃദയങ്ങൾ, പ്രത്യേകിച്ചും പിഞ്ച് ഹൃദയങ്ങളെ വളരെ കുളിർമയോടെ വീക്ഷിക്കുന്നത് എനിക്ക് വളരെ കൗതുകവും നല്ല അനുഭവവും ഉള്ള അവസരമായിരുന്നു. ഒരിക്കൽ ഞാൻ ഹാശാഴ്ചയിൽ ബഹ്റിൻ ഇടവകയിൽ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ ചില അവസരങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഹാശാഴ്ചയിൽ രാത്രിയിൽ എന്നെ ഒരു കോൾ വന്നു. പറഞ്ഞു, തിരുമേനി, ഞങ്ങൾ സൗദി അറേബ്യയിൽ നിന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾക്കിവിടെ പുരോഹിതന്മാരില്ല, ഔദ്യോഗികമായിട്ട് ആരാധനയ്ക്ക് നേതൃത്വം നൽകാൻ ഒരു പട്ടക്കാരനുമില്ല. പക്ഷേ ഞങ്ങൾ സഭയുടെ ആരാധനകൾ, വിശുദ്ധ കുർബാന, കൂദാശകൾ ഒഴിച്ച് ബാക്കിയെല്ലാം വളരെ നിഷ്ഠയോടുകൂടി, വളരെ നിറവോടുകൂടി, പൂർണ്ണ ശരണത്തോടുകൂടി ആരാധനയും കുമ്പിടിയിലും നമസ്കാരവും ഒക്കെ ഉപവാസവും ജാഗരണവുമൊക്കെ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ എത്തിക്കുന്നുണ്ട്. വലിയ വെള്ളിയാഴ്ച ഞങ്ങൾ രാവിലെ തുടങ്ങിയാൽ വൈകുന്നേരം വരെ ആരാധനയിൽ പങ്കെടുക്കും. എല്ലാ കൗമ പ്രാർത്ഥനകളും, എല്ലാ പ്രാർത്ഥനകളും കീർത്തനങ്ങളും സ്തോത്രങ്ങളും കുമ്പിടിയിലും എല്ലാം നടത്തും. വേദവായനങ്ങൾ ഏവെങ്കിലും ഒഴിച്ച് ഏവെങ്കിലും ആ ഭാഗം ഞങ്ങളാരെങ്കിലും വായിക്കണം. ഞങ്ങൾക്ക് വലിയൊരാഗ്രഹമുണ്ട്, അത് തിരുമേനി സാധിച്ചു തരണം. വെള്ളിയാഴ്ച ശുശ്രൂഷ പൂർത്തീകരിക്കുമ്പോൾ ഞങ്ങൾക്ക് അല്പം ചുറുക്ക അനുഭവിച്ച് അനുഗ്രഹം പ്രാപിച്ചു പോകണം. അത് വാഴ്ത്താൻ ആളില്ല.
ഉണ്ടാക്കാൻ ഞങ്ങൾക്കറിയാം, വാഴ്ത്താൻ ഞങ്ങൾക്ക് അവകാശമില്ല. അവിടുന്ന് ദൂരെ നിന്നാണെങ്കിലും അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് ആ ചൊറുക്ക അനുഭവിപ്പാൻ ഭാഗ്യം തരണം. ഞാൻ നിൽക്കുന്നിടത്ത് നിന്ന് ഒരുങ്ങിപ്പോയി മനുഷ്യഹൃദയത്തിലെ താല്പര്യങ്ങളുടെ ആഴവും പരപ്പും ഞാൻ അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ തരംഗം ഇപ്പോഴും എന്നെ ബാധിക്കുന്നതാണ്. ആ കോൺഗ്രിഗേഷനാണ് ഇന്ന് വളരെ ഭാഗ്യവശാൽ ദൈവകൃപയിൽ പുരോഹിതന്മാരുടെ സാന്നിധ്യത്തിൽ അല്ല, ഈ സഭയുടെ വളരെ സീനിയർ മെത്രാപ്പൊലീത്തായൻ, ഈ മെത്രാസനത്തിൻ്റെ നിങ്ങളുടെ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളുടെ ചുമതലക്കാരനുമായിട്ടുള്ള മിലിത്തോസ് തിരുമേനിയുടെ സാന്നിധ്യത്തിൽ തന്നെ നാളുകൾ മാറി മാറി പലയിടത്തും ആരാധനകൾ നടത്തുകയും ഇതുപോലുള്ള ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ഭാഗ്യം ലഭിക്കുകയും ചെയ്തു. ഒരു 30 വർഷം മുമ്പ് ഡോഹയിൽ ഉണ്ടായിരുന്നൊരു സാഹചര്യം ഇന്ന് സൗദിയിൽ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ പറയാൻ കാരണം ഇപ്പോൾ 50 വർഷം കഴിഞ്ഞപ്പം ഡോഹയിലെ സാഹചര്യം വളരെ മാറ്റമുള്ളതാണ്. അവിടെ നമ്മുടെ ദേവാലയത്തിന് കാവൽ നിൽക്കുന്നത് അവിടുത്തെ ഭരണാധിപതി ചുമതലപ്പെടുത്തിയിട്ടുള്ള ആയിരക്കണക്കിന് പോലീസുകാരാണ്. നമുക്ക് മാത്രമല്ല, ക്രിസ്തീയ വിഭാഗങ്ങൾക്കെല്ലാം കൂടെ ഒരു വലിയ പ്രദേശം മുഴുവനും ദേവാലയങ്ങൾ സൃഷ്ടിച്ച് അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം, സെക്യൂരിറ്റി ആ രാജ്യം വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നൊരു കാലഘട്ടം. സൗദിക്ക് ആ ഭാഗ്യത്തിലേക്ക് നടക്കുവാനുള്ള പുതിയ വീതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഭാഗ്യത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓടിനയക്കട്ടെ. കൂടുതൽ സാക്ഷ്യമുള്ള ഒരു മണ്ണായിട്ട് വേർതിരിപ്പാൻ ഇടയാവട്ടെ. അതിന് അഭിനന്ദ തിരുമേനി അയക്കുന്ന വൈദികരും മറ്റു പല വൈദികരും അവിടെ വന്ന് ചെറുകാലത്തേക്കും ദീർഘമായുമൊക്കെ പ്രവർത്തനങ്ങൾ ബന്ധപ്പെടുന്നു. ഇവിടെ വളരെ നിർണായകമായിട്ടുള്ള ഒന്നാണ്, ഇതുവരെ ബാറ്റൺ കൈകാര്യം ചെയ്തിരുന്നത് അൽമായക്കാരാണ്. ഇപ്പോൾ വൈദികരും കൂടെ വന്നപ്പം അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ അനുഗ്രഹകരമായിട്ടുള്ള ചൈതന്യപൂർണ്ണമായിട്ടുള്ള ഒരു തലത്തിലേക്ക് മാറ്റപ്പെടുമ്പം പുരോഹിതന്മാരുടെ സ്ഥാനവും അവിടെ ദൗത്യവും അവിടെ ശുശ്രൂഷയുടെ മഹത്വവും കൗതാശികമായിട്ടുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള അവിടെ അധികാരവും അവകാശവും അതേപോലെ തന്നെ അൽമായക്കാരുടെ സജീവമായിട്ടുള്ള പങ്കാളിത്തവും എല്ലാം കൂടെ സമ്മിശ്രമായിട്ട് സമ്മേളിക്കുന്ന ഒരു വലിയ സംവിധാനം ഉണ്ടാകുമ്പം ഇത് വളരെ ചൈതന്യപ്രദമായിട്ട് കൂടുതൽ അനുഗ്രഹകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇതുവരെയുള്ള സൗദിയിലെ അൽമായക്കാരുടെ നേതൃത്വവും അവിടെ പരിശീലനവും ദൈവത്തിലുള്ള ആശ്രയവും അതുപോലെ അനുഗ്രഹകരമായി പിതാക്കന്മാരെയും പുരോഹിതന്മാരെയും ആദരിക്കുന്ന സംസ്കാരവും തുടർച്ചയായി ഏറ്റവും അനുഗ്രഹകരമായിട്ട് ഒരു ലെഗസിയായിട്ട് നിലനിർത്തുകയും കടന്നു വരുന്ന പിതാക്കന്മാരും പുരോഹിതന്മാരും നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ തക്കവണ്ണം മനസ്സോടെ ഒരുങ്ങുകയും അതിന് ആരംഭം കുറിച്ച അഭിമന്യ ഉസ്താദ് ശ്രീയുടെ ചേതോവികാരത്തിൽ ആ ആത്മാർത്ഥതയിൽ ആ അനുഗ്രഹകരമായിട്ടുള്ള നിലപാടിൽ ആ പ്രാർത്ഥനയിലും അനുഗ്രഹത്തിലും മുന്നേറുവാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും ചൈതന്യപ്രദമായിട്ടുള്ള ഒരന്തരീക്ഷം സൃഷ്ടിക്കപ്പെടും എന്നുള്ളതിന് തർക്കമൊന്നുമില്ല. 1-2 കാര്യം പ്രത്യേകമായിട്ട് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി കേരള ഗവർണറെ കാണാൻ ഇടയായത് സെപ്റ്റംബർ 14-ാം തീയതി 100 വർഷം പൂർത്തീകരിക്കുന്ന 101-ാം വർഷത്തേക്ക് പ്രവേശിക്കുന്ന ശ്രീബാധ സമൂഹത്തിൻ്റെ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുവാനായിട്ട് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാനായിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കാനാണ്. അത്യാദരപൂർവ്വമാണ് ഞങ്ങളെ സ്വീകരിച്ചത്. അദ്ദേഹം വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ആ കത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ സാഹചര്യത്തെക്കുറിച്ച് നോക്കുമ്പോൾ വലിയവനായ ഉസ്താദ് തിരുമേനി അദ്ദേഹത്തെ മെത്രാപ്പൊലീത്ത സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തപ്പം ഏത് പേര് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ച അവസരത്തിൽ അദ്ദേഹം ഉസ്താദിയോസ് എന്നുള്ള പേര് പറയാൻ കാരണം എന്നറിയാം, ഈ സഭയിൽ ഒരു മിഷണറി വീരനുണ്ടായിരുന്നു, പത്രോസ് ഉസ്താദിയോസ്. അദ്ദേഹത്തിൻ്റെ ചേതോവികാരങ്ങൾക്ക് തുടർക്കഥയായിട്ട് തൻ്റെ ജീവിതം സമർപ്പിക്കണം എന്നാഗ്രഹിച്ചാണ് ഉസ്താദിയോസ് എന്നുള്ള പേരെടുത്തത്. ആ പത്രോസ് ഉസ്താദ് തിരുമേനി ഈ ഭാരതത്തിൽ മലങ്കര സഭയിൽ ഇവിടുത്തെ യാതനകളും വേദനകളും അനുഭവിക്കുന്നവരുടെ ഇടയിൽ അദ്ദേഹത്തിന് അടിമകളായിരുന്നവരെ സ്വതന്ത്രമാക്കി അത് ആർഷഭാരതത്തിൽ മലങ്കര സഭയുടെ അവിഭാജ്യ ഘടകമായിട്ട് രൂപാന്തരപ്പെടുത്തുന്നതിനും അവിടെ ദുഃഖങ്ങളും നെറുവീർപ്പുകളും മാറ്റുന്നതിനും എത്രമാത്രം അക്ഷീണം പരിശ്രമിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നാൽ
സൗദി കോൺഗ്രിഗേഷൻ കാര്യമായിട്ട് അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി എന്തെല്ലാം ചേർക്കണമെന്ന് എനിക്ക് നിശ്ചയമില്ല. ഞാൻ സ്നേഹപൂർവ്വം ഓർപ്പിക്കുകയാണ്. ഈ ഒരു അടുത്ത നാളുകളിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അവരെ കരുതുന്നത് നല്ലതാണ്. ഇന്നലെ രാത്രി ഞങ്ങളൊരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ സെക്രട്ടറി അച്ഛനോടും മറ്റുള്ളവരോടും പറഞ്ഞു, എനിക്കതിലെ ചെറുപ്പക്കാരെ ഒന്ന് കിട്ടണം, ഓൺലൈൻ മീറ്റിംഗ് മതി. ഒരു 45 പിള്ളേരാണ് തുടങ്ങിയപ്പോൾ കയറിയത്. കുറച്ച് പേരും കൂടി കാണും. 50-55 പേരായിരുന്നു എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പിള്ളേരോട് സംസാരിച്ചു തുടങ്ങി. അപ്പം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു, നിങ്ങൾ സജീവമായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് സഭയോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചത് നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറയാൻ പറഞ്ഞു. അവർ ചിലർ വളരെ സൃഷ്ടിപരമായ ചില പ്രപ്പോസൽസ് പറഞ്ഞു. അതോടൊപ്പം മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞത്, തിരുമേനി ഞാൻ ഇന്ന ക്ലാസ്സിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ എനിക്ക് സാമ്പത്തികമില്ല, ഞാൻ രോഗിയാണ്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഇന്നതാണ് സ്ഥിതി, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ല, എൻ്റെ പിതാവിന് ഇന്നതാണ് ജോലി, അതിനിടയ്ക്ക് ഇന്ന അപകടം പറ്റി അവശതയിലാണ്. ഇങ്ങനെ 100 വിഷയങ്ങളാണ്. ഈ അടുത്ത നാളിൽ പരിശുദ്ധ ഭാവതിരുമേനി തന്നെ ഉത്സാഹം കാട്ടി വളരെ ക്രമീകരണങ്ങൾ ചെയ്തതാണ്. സഹോദരൻ പദ്ധതിയുടെ സഹായത്തോടു കൂടി സിബാ സമൂഹത്തിലുള്ള ചില്ലറകളെല്ലാം കൊണ്ട് ഒരുമിച്ച് കൂട്ടി ഒരു വീട് പൂർത്തീകരിച്ചു. ബഹ്റൈൻ പള്ളി ഒരു പള്ളിക്ക് ഒരു സ്കൂളിന് ഒരു വീടിന് അനുവാദം തന്നു. ഡൽഹിയിലെ ഒരു പള്ളി ഒരു എണ്ണം പൂർത്തീകരിക്കാൻ സാധിച്ചു. കഴിഞ്ഞ ദിവസം പരിശുദ്ധ ഭാവതിരുമേനി പറഞ്ഞു, ഒരു വസ്തു കിട്ടിയിട്ടുണ്ട് 16 സെൻറ്റ്, അത് ശ്രീബാ സമൂഹത്തിന് ഹാൻഡ് ഓവർ ചെയ്യാം. അതിനകത്ത് 2 നിലയായിട്ട് പണിയാണെങ്കിൽ ഒരു 8 വീടെങ്കിലും സംഘടിപ്പിക്കാൻ ഒക്കും. ഒരുപക്ഷെ ഒരു 10 12 വേണമെങ്കിൽ സംഘടിപ്പിക്കാൻ. പണമുണ്ടെങ്കിൽ അധികം താമസിക്കാതെ ആ കെട്ടിടം പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം 8 ലക്ഷം രൂപ വെച്ച് നമ്മൾ കൊടുത്തത്. ചില സ്ഥലങ്ങളിൽ അവിടുത്തെ ലോക്കൽ പള്ളികളും കൂടെ സഹായിച്ചിട്ട് 8 ലക്ഷത്തിൽ കൂടുതൽ. അതുകൂടാതെ ഇത് പണിത കോൺട്രാക്ടേഴ്സൊക്കെ ലാഭമൊന്നും എടുക്കാതെ നല്ല മനോഹരമായിട്ടുള്ള 3 ഭവനങ്ങൾ ഒരു ദിവസം ഞാൻ ഉദ്ദേശിച്ച് ചെയ്യാനിടയായി. അവരിൽ പലരും രോഗികളാണ്. കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുത്താൽ അതിസമർത്ഥരായിട്ട് കയറി വരും. ജഡ്ജസായിട്ട് ഉയർന്നു വന്നവരുണ്ട്. കോളേജുകളിലും മറ്റ് സ്ഥാപനങ്ങൾ പഠിക്കുന്നവരുണ്ട്, പഠിപ്പിക്കുന്നവരുണ്ട്. ആ ഒരു മേഖലയിൽ തന്നെ നമുക്കിതുമാത്രം സൃഷ്ടിപരമായ കാര്യങ്ങൾ ചെയ്യാം. തടാകം ആശ്രമം ഒരു ആംഗ്ലിക്കൻ ബിഷപ്പ് മലങ്കര സഭയിൽ വന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോട് സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമാണ്. നവതിയാണ് അതിൻ്റെ. അവിടെ ഒരു സ്കൂളുണ്ട്. 100 പിള്ളേരെ ഇപ്പോൾ ഉള്ളൂ. അവിടുത്തെ പാവപ്പെട്ടവരെന്ന് പറഞ്ഞാൽ വെറും പാവപ്പെട്ട കുഞ്ഞുങ്ങളതിനകത്ത്. പക്ഷേ അവിടുത്തെ ആചാര്യ വളരെ താല്പര്യപൂർവ്വം വളർത്തിയെടുക്കുന്നതാണ്. ഞാനിങ്ങനെ കഥകളൊക്കെ പറഞ്ഞാൽ വളരെയാണ്. ബോംബെയിൽ അതിനേക്കാൾ കൂടുതൽ ആവശ്യങ്ങളുണ്ട്. ഞാൻ ഇതുമായിട്ട് മിക്സ് ചെയ്യുന്നില്ല. നിങ്ങളെന്നെ സ്വാഗതം ചെയ്തു. നിങ്ങളെ സ്വാഗതം ചെയ്യാനാണ് ഞാൻ നിൽക്കുന്നത്. ബോംബെ ഭദ്രാസനത്തിൻ്റെ ജൂബിലിയാണ് ഈ വർഷം. കഴിഞ്ഞ ഫെബ്രുവരിയിൽ അതിൻ്റെ ഉദ്ഘാടനം നടത്തി. ഈ ഫെബ്രുവരി 1-ാം തീയതി സമാപനമാണ്. അല്പം വിപുലമായിട്ട് കാര്യങ്ങൾ നടത്തുക. നിങ്ങൾ വന്നാൽ ഇതുപോലെ ബൊക്കെയൊന്നും കിട്ടിയെന്ന് വരികയല്ല. നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാനാണ് ഉദ്ദേശം. പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്ക് ശാപ്പാടോ നിങ്ങളുടെ താമസമോ ഒരു ദാരിദ്ര്യം കാണിക്കുകയില്ല. അനാവശ്യമായിട്ടുള്ള ചിലവുകൾ കുറയ്ക്കും. ആവശ്യമുള്ള കാര്യങ്ങൾ അനുഗ്രഹകരമായിട്ട് നടക്കും. നിങ്ങളൊക്കെ സാധിക്കുന്നവരവിടെ വരണമെന്ന് ആഗ്രഹിക്കും. ജാനുവരി 26 മുതൽ അതിൻ്റെ പല ചടങ്ങുകളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഫെബ്രുവരി 1-ാം തീയതി പിതാക്കന്മാരും പുരോഹിതന്മാരും നിങ്ങളും വന്ന് അനുഗ്രഹിക്കണം എന്നുള്ളതാണ് താല്പര്യം. നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ പ്രോജക്റ്റുകൾ പലതുണ്ട്. ബോംബെ പട്ടണം കാണാനുള്ള സൗകര്യങ്ങളുണ്ടാക്കാം. നിങ്ങളൊരു 4-5 ദിവസത്തേക്ക് വരാൻ ഒക്കുകയാണെങ്കിൽ അതിനുള്ള എല്ലാ ക്രമീകരണം, നിങ്ങൾ വിമാനത്താവളത്തിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ എത്തിയാൽ അവിടുന്ന് നിങ്ങളെ സ്വീകരിച്ച് ആവശ്യമുള്ള പരിപാടികൾ പ്ലാൻ ചെയ്ത് അത്രയും സമയം അവിടെ ചെലവഴിക്കാൻ തക്കവണ്ണം സാധിക്കുന്നൊരു സാഹചര്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ബോംബെ താമസിച്ചുള്ളവർ ഇന്നും ബോംബെ കണ്ട പിടികിട്ടുകയില്ല. എല്ലാ പട്ടണത്തിൻ്റെയും വ്യത്യാസമാണ്, ബോംബെക്ക് പ്രത്യേകിച്ച്. അതുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം വരണം എന്നാണ് നിങ്ങളുടെ. I would love to call upon the attention of the youngsters who are here, because in 2012, that was the first time the MGOCSM had convened a global conference outside Kerala
which was in Roha, the Gregorian community site. The infrastructure was very limited, but we have enhanced it further. I don't want to elaborate it because of the shortage of time. God willing, that will be a wonderful space again to host the conference, which will be between 17th and 20th of October this year. And we are expecting hundreds of youngsters from different parts of the world. Hopefully, we'll be having some very charismatic leaders from outside India, representing various, at least a handful of Orthodox churches outside India. അതുകൊണ്ട് ആ സമ്മേളനത്തിൽ നിങ്ങൾ സൗദിയിൽ നിന്ന് വന്ന കുഞ്ഞുങ്ങളെ വലിയ സാധ്യതയുള്ളവർക്ക് ആ ദിവസങ്ങൾ 4 ദിവസം സ്പെയർ ചെയ്യാനൊക്കുമെങ്കിൽ ആ കുഞ്ഞുങ്ങളെ വിടണം, ആ കോൺഫറൻസിൽ പങ്കെടുക്കണം. അത് ബോംബെയുടെ മാത്രം ഒരു കാര്യമല്ല, ആഗോള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ സമ്മേളനമാണ്. എങ്കിലും ധാരാളം കുഞ്ഞുങ്ങളെ പരിചയപ്പെടാനും നല്ല നിലവാരമുള്ള ക്ലാസ്സുകളിൽ പങ്കെടുക്കാനും ക്രിസ്തീയമായിട്ടുള്ള നല്ല കൂട്ടായ്മ ആചരിക്കുവാനും സാധിക്കുമെങ്കിൽ നമ്മുടെ പ്രോജക്റ്റുകളും പ്രസ്ഥാനങ്ങളും ബോംബെ സിറ്റിയും ഒക്കെ കാണാനുമുള്ള ഒരവസരമായിരിക്കും. അതിലേക്കും നിങ്ങളെ ക്ഷണിക്കും. അല്ലാത്ത സമയത്തും നിങ്ങൾ വന്ന ഗ്രിഗോറിയൻ കമ്മ്യൂണിറ്റിയിൽ താമസിക്കാനും ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള കൊച്ചു സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും അനുഗ്രഹകരമായി തീരട്ടെ. ഈ സമ്മേളനം വളരെ നിർണായകമായിട്ടുള്ളൊരു മുഹൂർത്തത്തിലാണ്. കഴിഞ്ഞ 50 വർഷത്തേക്ക് തിരിഞ്ഞു നോക്കാം. അടുത്ത 50 വർഷം എങ്ങനെയായിരിക്കണമെന്ന് ഡിസൈൻ ചെയ്യാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമാണ്. ബോംബെയിൽ ചില പ്രത്യേക ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ സമയത്തും ഓൺലൈനിലും ഞങ്ങൾ ആലോചനകൾ നടത്തി ഓരോ കെട്ടിടങ്ങളും ഓരോ പ്രസ്ഥാനങ്ങളും ഓരോ റോഡും ഓരോ സംവിധാനങ്ങളും ഹട്ട്സും ആറ്റുതീരവും ഒക്കെ എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്നുള്ളത് കൊച്ചുകുട്ടികൾ പോലും നല്ല അഭിപ്രായങ്ങൾ പറയും. അതുകൊണ്ട് ഈ സ്റ്റോക്കിൻ്റെ നാളെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ആലോചിക്കാനും ചിന്തിക്കാനും ആശയങ്ങൾ കൈമാറാനും അത് പൂളി ചെയ്യുവാനും നമ്മൾ താല്പര്യപൂർവ്വം വളരുന്ന തലമുറയ്ക്കും കൂടെ അവസരം കൊടുത്താൽ അത്ഭുതകരമായിട്ടുള്ള ദർശനം കൊണ്ട് ഇതിനെ വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു തലത്തിലേക്ക് ഉയർത്തുവാൻ സാധിക്കും. പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലന്മാരുടെ നാവിൽ നിന്ന് വന്ന ശബ്ദം പരിശുദ്ധാത്മാവ് ശക്തീകരിച്ച് അനേകരെ ആകർഷിച്ചതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നും പ്രവർത്തിച്ച് നിങ്ങളിൽ കൂടി ദൈവത്തിന് പ്രസാദകരമായ ശുശ്രൂഷ സൗദി അറേബ്യയിലും അതുവഴി മറ്റു തലങ്ങളിലും ഉയർന്ന മാനം കാക്കുന്ന മാർത്തോമാശ്ലീഹയുടെ പൈതൃകം നിലനിർത്തുന്നതും ആർഷഭാരതത്തിൻ്റെ സംസ്കാരം ഉയർത്തിക്കാട്ടുന്നതുമായിട്ടുള്ള വിശിഷ്ടമായിട്ടുള്ള തലങ്ങളിലേക്ക് നയിക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വഴി നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അനുഗ്രഹിക്കപ്പെട്ട അവസരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാം അനുവാദത്തോടുകൂടി പിതാക്കന്മാരുടെ ആശീർവാദത്തോടുകൂടി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.